പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ഹെൽത്തിയും എന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നും അല്ല, നമ്മുടെ കൂവപ്പൊടി ഇല്ലേ, അത് നമ്മുടെ ശർക്കരയൊക്കെ ചേർത്തിട്ട് വിരകിയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതിന് വേണ്ടിയിട്ട് വളരെ വിസ്താരമായിട്ടുള്ളൊരു കടായി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പം ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു സ്പാറ്റിലോ അല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസ് ഓണാക്കാൻ പാടില്ല. ഇനി നമുക്കിത് ഒന്നും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിലേക്ക് തന്നെ നമുക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കര ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ ഒരു ഇച്ചിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. ഈ ഒരു മധുരം നിങ്ങൾക്ക് പോരാൻ തോന്നുന്നെങ്കിൽ ഒരു ഇച്ചിരിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ഞാൻ ആ സ്പാറ്റിലൊന്ന് മാറ്റിയിട്ടൊരു തടുത്തവി എടുത്തിട്ടുണ്ട്. അത് വെച്ച് എനിക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ കോൺഫ്ലോറൊക്കെ ഇങ്ങനെ കട്ടിയാവത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതും ആവുന്നത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ശരിയായിട്ട് വന്നോളും. ഇനി ഒരു 3 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തുവാണ്. പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ തിരുമിയതിന് പകരം തേങ്ങ അരിഞ്ഞിട്ട് അത് ഇട്ടാലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കൂവപ്പൊടി എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രിങ്ക് നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെന്ന് പറയുന്നത് കൂവപ്പൊടി നമ്മൾ പാലിൽ കലക്കിയിട്ട് തിളപ്പിച്ച് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ താളിച്ചിടുന്നതാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.